നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയർ ഒല്ലൂർ മണ്ഡലം യോഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. PG പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി കെ രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ വെളുപ്പിക്കുവാൻ ED നടത്തുന്ന ശ്രമത്തിനെതിരെ DYFI നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മലയോര പട്ടയം സംയുക്ത പരിശോധന ഏപ്രിലിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയർ ഒല്ലൂർ മണ്ഡലം യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷം വഹിച്ചു. കില അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ R രാജേഷ് പദ്ധതി വിശദീകരിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, കില ഡിസ്ട്രിക്ട് ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. വിജ്ഞാന കേന്ദ്രം ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി. ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന ഒരു ചെറിയ സംശയം സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ തൊഴിൽ വേണ്ടവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകാൻ ഒരു ഗവൺമെന്റ് സന്നദ്ധത. ഇതപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമീപനം. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് വരുന്നത് ഇന്നലെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ദുരന്ത നിവാരണത്തിനൊരു മാതൃകാപരമായിട്ടുള്ള കേരള മോഡൽ സൃഷ്ടിച്ച ചൂരൽമലയിലെ ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു. അവിടെ നമ്മൾ നയിച്ചൊരു പുതിയ സമീപനം ദുരന്തബാധിതരായ ആളുകളുടെ പുനരധിവാസത്തെക്കുറിച്ച് ദുരന്തബാധിതരോട് ആശയവിനിമയം നടത്തിയ ആദ്യത്തെ പുനരധിവാസ പ്രവർത്തനമാണ്. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണു തന്നെ ചെന്നിരുന്നു 17 ക്യാമ്പുകളിലുള്ള ആളുകളോട് ഓൺലൈനായിട്ടും നേരിട്ടും പുനരധിവാസത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്താണെന്ന് ചോദിച്ചൊരു അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ട്. ഇപ്പോ പലവിധ പരീക്ഷണങ്ങളിലൂടെ കേരളം കടന്നുപോയിട്ടുണ്ട്. വികസന പ്രക്രിയ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ റോഡുകൾ, എത്രയോ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 പ്രത്യേകതകളുണ്ട്. കൈമൂർ ലിഫ്റ്റ് ഇറിഗേഷന്റെ സ്ലൂയിസ് കമ്പിളിന്റെ 10 കോടി രൂപയുടെ ടെൻഡർ ഇന്ന് സമർപ്പിച്ചു. ടെൻഡറായി. നെടുകുള മേൽപ്പാലത്തിന്റെ ടെൻഡറും ഇന്ന് വന്നു. മറ്റന്നാൾ അത് പരസ്യപ്പെടുത്തും. വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിന് സമാനതകളില്ലാത്ത നിരവധി സാധ്യതകൾ ഗവൺമെന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ വികസനം എന്നാൽ കേവലമായിട്ടുള്ള റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ ചുണ്ടുകളിൽ വികസനത്തിന്റെ സ്വാദെത്തിക്കാൻ വ്യക്തിപരമായ അവന്റെ ജീവിതത്തിൽ കൂടി മാറ്റം ഉണ്ടാകണം എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം ഗവൺമെന്റിനുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസവും, എല്ലാവർക്കും ഭൂമിയും, എല്ലാവർക്കും തൊഴിലും, എല്ലാവർക്കും വീടും, എല്ലാവർക്കും കുടിവെള്ളവും, അങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രം ആളുകളിൽ ലഭ്യമായിരുന്ന അവകാശങ്ങൾ പൊതുവായ എല്ലാ തലത്തിലുമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന ആശയം ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് താഴത്തു പോയി നമ്മൾ അന്വേഷിക്കുന്നത്. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PG പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ACP KA ശശിധരൻ, ഒല്ലൂർ ACP സുധീരൻ, PG SHO ഹർഷിത് മീണ, KV സജു, KK രമേശ്, ബാബു തോമസ്, ആനി ജോയ്, HM രേഖ രവീന്ദ്രൻ, VK ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നമ്മുടെ നാടിനെ സ്വതന്ത്രമാക്കാൻ, ഒരു ഇന്ത്യ നമുക്കെല്ലാവർക്കും വേണ്ടി ഉണ്ടാകാൻ, തൂക്കുമരങ്ങളിൽ ഏറപ്പെടുമ്പോഴും, കുതിരപ്പട്ടാളത്തിന്റെ മർദ്ദനമേൽക്കുമ്പോഴും, ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോഴും, കാരാഗൃഹങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കപ്പെടുമ്പോഴുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനങ്ങളുടെ മുമ്പിൽ
കട്ടിളപ്പുവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസിന്റെ താക്കോൽദാനവും ഫ്ളാഗ് ഓഫും ലഹരിവിരുദ്ധ ചടങ്ങും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മന്ത്രി കെ രാജന്റെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ ബസിന്റെ താക്കോൽദാന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, PS വിനയൻ, സണ്ണി ചെന്നിക്കര, PR സുരേഷ് ബാബു, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, ജെയ്മി ജോർജ്, KB രാജേഷ്, HMR സുധ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ സ്വാഗതവും പ്രിൻസിപ്പാൾ VR ശാലിനി നന്ദിയും പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ BJPയെ വെളുപ്പിക്കുവാനുള്ള EDയുടെ നടപടിക്കെതിരെ DYFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, ഡോക്ടർ ഫസീല തരകത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത്, വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PD നെൽസൺ, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ബ്ലോക്ക് സെക്രട്ടറി ദിനീഷ് NB നന്ദിയും രേഖപ്പെടുത്തി. നീക്കമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് BJP ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊടകര കുഴൽപ്പണ കേസിൽ ഇടപെട്ടിട്ടുള്ളതും ഉൾപ്പെട്ടിട്ടുള്ളതും ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനും അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നിലവാരത്തിലുള്ള നേതാക്കളും തൃശൂരിലെ പല നേതാക്കളുമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോ ED കോടതിയിൽ കുറ്റപത്രം നൽകി കഴിഞ്ഞപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. കൃത്യമായ രീതിയിൽ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് കുഴൽപ്പണ കേസ് എന്നുള്ളത് മാറ്റിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഭൂമി കച്ചവടം മാത്രമാക്കി മാറ്റുന്ന തരത്തിൽ അതിന്റെ ഇടപാടുകാർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരികയാണ്. ധർമ്മരാജ് എന്ന് പറയുന്ന ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഏജന്റ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നാണ് ഏതാണ്ട് 4 കോടി രൂപ പിടിക്കുന്ന സാഹചര്യം ഈ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിനുശേഷം കേരളത്തിന്റെ ഏറ്റവും കഴിവുറ്റ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇത് വലിയ രീതിയിലൊരു കുഴൽപ്പണ മാഫിയയുടെ ഭാഗമായിട്ട് വരുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് അടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് BJP വലിയ തോതിലുള്ള പണം ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതും ഈ പണത്തിന്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അന്ന് ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിച്ചത് എന്നും നേരിട്ട് BJP നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. മലയോര പട്ടയം സംയുക്ത പരിശോധന ഏപ്രിലിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി റവന്യൂ വനംവകുപ്പുകളുടെ സംയുക്ത പരിശോധന ഏപ്രിൽ മാസം ആരംഭിക്കുന്നതിന് റവന്യൂ വനംവകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കേരളത്തിലെ മലയോര മേഖലയിൽ പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കുന്നതിനും സംയുക്ത പരിശോധന നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ അനുമതി ആവശ്യമായിരുന്നു. 2024 ഫെബ്രുവരിയിൽ റവന്യൂ മന്ത്രി കെ രാജനും വനം മന്ത്രി AK ശശീന്ദ്രനും കേന്ദ്രം വനമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ എന്നിവരുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായാണ് കേന്ദ്രാനുമതി ലഭിച്ചത്. 1993 പുതിയ ചട്ടപ്രകാരം 1977 ജനുവരി 1 മുൻപ് കുടിയേറിയവരുടെ പട്ടയം അപേക്ഷകൾ സ്വീകരിച്ച് നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നില്ല. കുടിയേറ്റക്കാരുടെ ബന്ധുക്കളുടെയും ഭൂമി കൈമാറ്റം ചെയ്തവരുടെയും അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിരന്തര ശ്രമഫലമായി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുവാനും സംയുക്ത പരിശോധനയ്ക്കായുള്ള അനുമതി നേടുവാനുമായത്. മലയോര മേഖലയിൽ പുതിയ അപേക്ഷ സ്വീകരിക്കുവാനും അതിന്റെ ഭാഗമായുള്ള വെരിഫിക്കേഷൻ നടത്തുവാനും കേരളത്തിന് പ്രത്യേക അനുവാദം ലഭിച്ചു. ഇതേ തുടർന്ന് 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ പേർക്കും അതത് പ്രദേശത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതയ്ക്ക് അനുസൃതമായി പട്ടയം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ 2024 മാർച്ച് 1 മുതൽ 31 വരെ സമഗ്ര വിവര ശേഖരണം നടത്തുന്നതിന് വില്ലേജ് ഓഫീസുകളിൽ സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ അർഹരായ പലർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ നൽകുവാൻ കഴിഞ്ഞിരുന്നില്ലെന്ന കർഷക സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന പ്രകാരം
ജൂലൈ 10 മുതൽ 31 വരെ വീണ്ടും വിവരശേഖരണത്തിന് സൗകര്യം നൽകിയിരിക്കുന്നു. 2 ഘട്ടങ്ങളായി നടന്ന വിവരശേഖരണത്തിലൂടെ 59,830 അപേക്ഷകളാണ് ലഭിച്ചത്. ജോയിന്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത, CCF രാജേഷ് രവീന്ദ്രൻ തുടങ്ങിയവർ അംഗങ്ങളായ പ്രത്യേക സമിതിയെ യോഗം ചുമതലപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ ബജറ്റ് കത്തിച്ച് BJP പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ യാതൊരു വികസന പദ്ധതിയുമില്ലാത്ത, തീർത്തും കേന്ദ്ര സർക്കാർ ഫണ്ടിനെ ആശ്രയിച്ചു മാത്രമുണ്ടാക്കിയ ബജറ്റാണെന്ന് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റി. അതുകൊണ്ട് തന്നെ ഇത് ഇടതുപക്ഷ കോർപ്പറേഷൻ ഭരണസമിതി തൃശൂർ ജനതയ്ക്ക് നൽകിയ ജനദ്രോഹ ബജറ്റാണെന്നും ഇതിനെതിരെയാണ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചതെന്നും BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ രഘുനാഥ് സി മേനോൻ ആരോപിച്ചു. ജനദ്രോഹ ബജറ്റിൽ പ്രതിഷേധിച്ച് തെക്കേ ഗോപുരനടയിൽ നിന്നും കോർപ്പറേഷനിലേക്ക് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. മാർച്ച് BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ഈസ്റ്റ് മണ്ഡലം അധ്യക്ഷൻ വിപിൻ കുമാർ ഐനിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറിമാരായ പ്രിയ അനിൽ, നിമേഷ് PT, കൃഷ്ണ മോഹൻ AV, ബിനോയ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. FC കേരള സംഘടിപ്പിക്കുന്ന ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഫെസ്റ്റിവൽ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാൽപന്ത് കളിയുടെ മാസ്മരിക ലോകത്തേക്ക് കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് FC കേരള ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഇദം പ്രഥമമായാണ് ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കുന്നത്. 2013, 2014, 2015 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാം. പരമാവധി 80 കുട്ടികളെയാണ് ഈ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്താനാവുക. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മാർച്ച് 30 വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയാണ് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പങ്കെടുക്കുന്നവർ ജേഴ്സി, ടീഷർട്ട്, ഷോർട്സ്, സോക്സ്, ഷൂസ് തുടങ്ങിയവ ധരിച്ചു വേണം വരേണ്ടത്. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9778495314 അല്ലെങ്കിൽ 9778495896 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്നതിനാണ് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ലക്ഷ്യമിടുക. ഫുട്ബോളിലൂടെ വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപീകരണം എന്നതാണ് മുദ്രാവാക്യം. പുതുതലമുറയ്ക്ക് പഠിക്കുക, കളിക്കുക, വളരുക എന്നീ ലക്ഷ്യങ്ങളാണ് FC കേരള മുൻപിൽ വെക്കുന്നത്. സമൂഹത്തിലെ തിന്മകളിൽ നിന്നും പുതുതലമുറയെ അകറ്റി നിർത്തുന്നതിന് അവരിൽ ഫുട്ബോൾ ലഹരി പകരുക എന്നതാണ് ഫുട്ബോൾ ഉത്സവത്തിന്റെ ഉന്നം. വിദഗ്ധരും പരിചയസമ്പന്നരുമായ പരിശീലക നിരയാണ് FC കേരളയ്ക്കുള്ളത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനും A ലൈസൻസ് കോച്ചും, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ A ലൈസൻസ് കോച്ചും എഡ്യൂക്കേറ്ററും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മുൻ പ്രിൻസിപ്പളുമായിരുന്ന VA നാരായണൻ മേനോനാണ് FC കേരളയുടെ ടെക്നിക്കൽ ഡയറക്ടർ. ഇദ്ദേഹത്തിന് കീഴിൽ 10-ലധികം വരുന്ന പരിശീലക വൃന്ദമാണ് FC കേരള സോക്കർ സ്കൂളിലെയും ടീമുകളിലെയും കളിക്കാരെ പരിശീലിപ്പിക്കുക. വാർത്താസമ്മേളനത്തിൽ നാരായണ മേനോൻ, സുരേഷ് KN, ജിജി മോൻ VA, ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി വൃത്തി 2025 മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KK മനോജ് അധ്യക്ഷനായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിലുള്ള സംശയങ്ങളും നിരീക്ഷണങ്ങളും മാധ്യമപ്രവർത്തകർ ശുചിത്വ മിഷൻ പ്രതിനിധികളുമായി പങ്കുവച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ശില്പശാലയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ V ബാബുകുമാർ, മാധ്യമ പ്രതിനിധികളായ മനോജ് കടമ്പാട്ട്, അജീഷ് കർക്കിടകത്ത്, V മുരളി, NC സംഗീത്, ജിഫിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറാന പള്ളിയിൽ 80ാമത് 40 മണിക്കൂർ ആരാധന മാർച്ച് 28, 29, 30 തീയതികളിൽ നടത്തപ്പെടുന്നു. 28-ന് വെള്ളിയാഴ്ച കാലത്ത് 7:30 പൊന്തിഫിക്കൽ കുർബാന തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. തുടർന്ന് ദിവ്യകാരുണ പ്രദക്ഷിണത്തോടെ ആരാധന ആരംഭിക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെ വിവിധ കുടുംബ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആരാധന നടക്കും. വൈകിട്ട് 8 മുതൽ 9 വരെ പൊതു ആരാധന. 29-ന് ശനിയാഴ്ച രാവിലെ 7:30 മുതൽ 8 വരെ ആരാധന. വൈകിട്ട് 8 മുതൽ 9 വരെ പൊതു ആരാധന. 30-ന് ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ ആരാധന. 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്കും സമാപന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും വികാരി ജെൻസൻ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. വെട്ടുകാട് 169 ബൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെട്ടുകാട് ആശുപത്രിക്ക് മുൻപിൽ ഒപ്പുശേഖരണം നടത്തി. വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വെട്ടിക്കുറച്ച OP സമയം പുനഃസ്ഥാപിക്കുക, മരുന്നുക്ഷാമം പരിഹരിക്കുക, ഞായറാഴ്ച OP പുനഃസ്ഥാപിക്കുക, പുതിയ ഡോക്ടറെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകുന്നതിനായാണ് ഒപ്പുശേഖരണം നടത്തിയത്. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം, മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, റെജി ജോർജ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി K രാജേഷ് കുമാർ, മിനി റെജി, KK വേലായുധൻകുട്ടി, ജോർജ് ആലുക്ക തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ പ്രദർശനവുമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ദേശീയ അവാർഡ് ജേതാവ് പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ദംഭാരി ക്യൂരുവി എന്ന സിനിമയുടെ പ്രദർശനമാണ് നടത്തിയത്.
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സാംസ്കാരിക പദ്ധതി പ്രകാരമാണ് പഞ്ചായത്ത് ഹാളിൽ സിനിമാ പ്രദർശനം നടത്തിയത്. പ്രദർശനത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ, സാംസ്കാരിക പ്രവർത്തകയും സിനിമാ നിരൂപകയുമായ ശാലിനി പടിയത്ത്, മാധ്യമപ്രവർത്തക റീജ തുടങ്ങിയവർ പങ്കെടുത്ത പാനൽ ചർച്ചയും നടന്നു. ഗോത്രവർഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച സിനിമയാണ് ദമ്പാരിക്കുരുവി. ഗോത്ര ജീവിത പെൺമയുടെ വ്യത്യസ്തങ്ങളായ ജീവിത കാഴ്ചകൾ, അതിജീവന സന്ദേശമാണ് പൂർണ്ണമായും ഇരുള ഭാഷയിലുള്ള ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അട്ടപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഇതിനോടകം ദമ്പാരിക്കുരുവി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംവിധായകൻ പ്രിയനന്ദനൻ നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, CDPO MK ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസർമാരെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MBBS TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 62 വയസ്സാണ് പ്രായപരിധി. 50,000 രൂപയാണ് ശമ്പളം. താൽപര്യമുള്ളവർ ജനനതീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം അപേക്ഷകൾ ഏപ്രിൽ 5 വൈകിട്ട് 5 തൃശൂർ ആരോഗ്യ കേരളം ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ 0487 23 25 824 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ശ്രീവത്സനെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കാട്ടൂർ വില്ലേജ് പൊന്നനം ദേശത്ത് പള്ളിച്ചാടത്ത് വീട്ടിൽ ശ്രീവത്സനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ശ്രീവത്സൻ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ 2004, 2012, 2014, 2018 വർഷങ്ങളിൽ വധശ്രമ കേസും 2017, 2019, 2020 വർഷങ്ങളിൽ അടിപിടി കേസും 2021 ഒരു കൊലപാതക കേസും
ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2015, 2024 വർഷങ്ങളിൽ ഓരോ വധശ്രമ കേസും, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ 2006 മോഷണ കേസും, കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ 2008 കവർച്ചാ കേസുമടക്കം 33ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, സിവിൽ പോലീസ് ഓഫീസർമാരായ രമ്യ, ഫെബിൻ തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിവരുന്നത്. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 62 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 31 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും 31 പേരെ ജയിലിൽ അടച്ചിട്ടുള്ളതുമാണ്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. പട്ടികജാതി പുലയ സമുദായക്കാരനായ PA ചന്ദ്രൻ എന്നയാളുടെ ഭൂമി ആൽബർട്ട് എന്നയാൾ വടക്കേക്കാട്ട് പോലീസിന്റെ മൗനാനുവാദത്തോടെ നശിപ്പിച്ചു. 50,000 രൂപ നഷ്ടം വരുത്തിയതായി ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസിനെ പരാതി നൽകിയിട്ടും ഇതേവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല. ഗുരുതരമായ SC/ST പീഡനം നടത്തിയ പ്രതികളുടെ പേരിൽ കേസെടുത്ത് ശിക്ഷിക്കണമെന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ടു. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി റിമാൻഡിൽ. കൊരട്ടി ചിറങ്ങരയിൽ നിർത്തിയിട്ടിരുന്ന മുട്ട കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി പിടിയിലായി. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സദാം ഹുസൈൻ എന്നയാളാണ് പിടിയിലായത്. 2024 ജൂലൈ 12 തീയതി വൈകിട്ട് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചിറക്കരയിൽ നിർത്തിയിട്ടിരുന്ന മുട്ട കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സുജൻ, സദാം ഹുസൈൻ എന്നിവർ ചേർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുജനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇതിനെ തുടർന്ന് സദാം ഹുസൈൻ ഒളിവിൽ പോവുകയും മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സദാം ഹുസൈൻ അങ്കമാലിയിൽ ഉണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സദാം ഹുസൈനെ പിടികൂടിയത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാജു OJ, ASI നാഗേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജീഷ് തുടങ്ങിയവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരട്ട സൂര്യോദയമെന്ന അപൂർവത. ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം നാളെ. 2025 ആദ്യത്തെ സൂര്യഗ്രഹണം നാളെ. ഭാഗിക സൂര്യഗ്രഹണമാണ് നടക്കുക. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നീങ്ങുകയും സൂര്യപ്രകാശത്തെ ഭാഗികമായി തടയുകയും ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ നിഴൽ വീഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ചന്ദ്രകലയുടെ ആകൃതിയിൽ സൂര്യനെ കാണപ്പെടുകയും ഇത് ഇരട്ട സൂര്യോദയമെന്ന തോന്നലുണ്ടാക്കുകയും ചെയ്യും. അപൂർവ കാഴ്ചയാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയർ ഒല്ലൂർ മണ്ഡലം യോഗം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. PG പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി K. രാജൻ സല്യൂട്ട് സ്വീകരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ വെളുപ്പിക്കുവാൻ ED നടത്തുന്ന ശ്രമത്തിനെതിരെ DYFI നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മലയോര പട്ടയം സംയുക്ത പരിശോധന ഏപ്രിലിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.